വിമൻ, ട്രാൻസ്ജെൻഡേഴ്സ്, അതുപോലെ തന്നെ സെക്ഷൽ മൈനോറിറ്റീസ്, അതുപോലെ തന്നെ ഏജ്ഡ് ഗ്രൂപ്പായിട്ടുള്ള ആളുകളുടെ അനുഭവിക്കുന്ന ഇനീക്വാലിറ്റീസും ഡിസ്ക്രിമിനേഷനും മറികടക്കാൻ AI സഹായിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് കൂടുതലായിട്ടുള്ള ഇനീക്വാലിറ്റീസ് ആണോ ജോബ് മാർക്കറ്റിൽ ഉണ്ടാക്കുന്നത്? ഇനി ഇതിനെ എങ്ങനെയാണ് ഒരു സാധ്യതയായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഒരു ജെൻഡർ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇനിക്വാലിറ്റി എനിക്ക് തോന്നുന്നു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ഇനിക്വാലിറ്റിയാണ് ചോദിച്ചത് എന്ന് ഞാൻ ഊഹിക്കുന്നു. AI സാധ്യത എനിക്ക് തോന്നുന്നു ദീപക് അത് വിശദമായി പറഞ്ഞു. AI എന്ന വിഷയത്തിനകത്ത് തന്നെ ഒരു ഇനിക്വാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന, ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഊന്നുവടിയുടെ എക്സാമ്പിൾ. ഊന്നുവടി എന്ന ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നടക്കാൻ ഹെൽപ്പ് ചെയ്യാം, വേണമെങ്കിൽ ഒരാളിനെ അടിക്കാനും ഉപയോഗിക്കാം. പക്ഷെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു AK-47 ആണെങ്കിലോ, അത് ഉപയോഗിക്കാൻ ഒരൊറ്റ യൂസ് കേസാണുള്ളത്. അതുപോലെ ചില ടെക്നോളജികൾ അതായി തന്നെ ചില സ്ട്രക്ചറൽ പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പോൾ AI ഉണ്ടാക്കുന്ന ചില സാധ്യതകൾ, അല്ലെങ്കിൽ AIയുടെ പുതിയ ചില സാങ്കേതിക വിദ്യകൾ കൃത്യമായും ഡിസ്ക്രിമിനേറ്റിംഗ് ആണ്, അത് വസ്തുത തന്നെയാണ്. എന്നാൽ അത് കാടടച്ചു പറയാനും പറ്റില്ല. ഇപ്പോൾ തൊഴിൽ മേഖലയിലെ ഇനിക്വാലിറ്റി എന്ന് നമ്മൾ പണ്ട് കണ്ടിരുന്ന ഒരു പ്രധാന പ്രശ്നം ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ലീക്കി പൈപ്പ് ലൈൻസ് എന്ന് പറയും. തൊഴിൽ മേഖലയിൽ കടന്നു വരുന്ന ഒരു സ്ത്രീ, നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് വിട്ടേക്കാം, കാരണം തൊഴിൽ മേഖലയിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രാതിനിധ്യം എന്നത് തന്നെ ഡാറ്റ പോലും ലഭ്യമല്ലാത്ത രീതിയിൽ മിനിമലാണ്. ഒരു സ്ത്രീ തൊഴിലിലേക്ക് കടക്കുന്ന സമയം മുതൽ അവർ അതിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന സമയം വരെ പല ഇടങ്ങളിൽ വെച്ച് അവർ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഒരുപക്ഷെ അതിനുവേണ്ടി പഠിക്കുന്ന സമയം മുതൽ, പ്രൈമറി സ്കൂളിൽ നിന്ന് സെക്കൻഡറി സ്കൂളിലേക്ക് വരുമ്പോൾ സയൻസ് സബ്ജക്റ്റായി പഠിക്കുന്ന ഒരു സ്ത്രീ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും. അതിനുശേഷം ഒരു സാങ്കേതിക തൊഴിൽ ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പിന്നെയും കുറയും. ഇങ്ങനെ പല ലീക്കി പൈപ്പ് ലൈൻസ് ഉണ്ട്. ഈ ലീക്കി പൈപ്പ് ലൈൻസിൻ്റെ കേസ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടു സം എക്സ്റ്റെൻറ്റ് ഇതിനെ റെക്ടിഫൈ ചെയ്യും. എന്നാൽ അതേസമയം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്ന മറ്റൊരു തരം ബയാസും ഉണ്ട്. അത് അൽഗോറിതമിക് ബയാസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ദീപക് പറഞ്ഞ പോലെ ഡാറ്റയെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോൾ, ഡാറ്റയെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഡാറ്റയ്ക്കകത്തുള്ള അസമത്വങ്ങൾ, ആ ഡാറ്റയെ ബേസ് ചെയ്തുണ്ടാക്കുന്ന മോഡലുകൾ സ്വാംശീകരിക്കാൻ തുടങ്ങും. അപ്പോൾ അതിലൊരു വളരെ കാതറിൻ പെറസിൻ്റെ ഒരു എന്താ പറയുക, ഇൻവിസിബിൾ വിമൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു എക്സാമ്പിളുണ്ട്. അതായത് ഒരുപാട് എക്സാമ്പിളുണ്ട്, അതിൽ ഒരെണ്ണം ഞാൻ പറയാം. ഒരു പിയാനോ സ്കൂളിലേക്ക് സെലക്ഷൻ കിട്ടാനായി വരുമ്പോൾ അതിനകത്ത് സെലക്ഷൻ കിട്ടുന്ന ആൾക്കാരിൽ 80-90% സ്ത്രീകൾ അല്ല, പുരുഷന്മാരാണ്. 10% സ്ത്രീകളുള്ളൂ. ഒരു സാധാരണ കാഴ്ചപ്പാടിൽ നമ്മൾ എന്താണ് ഒരു സെലക്ഷൻ പ്രോസസ്സ്, ആ സെലക്ഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കഴിവില്ല. ഇതായിരുന്നു അവരുടെ ഒരു ഇനീഷ്യൽ അസംഷൻ. പക്ഷേ ഒരു ചേഞ്ച് വരുത്തി അവർ ആ സെലക്ഷൻ പ്രോസസ്സിൽ. ഒറ്റ ചേഞ്ച്, ആ പിയാനോ വായിക്കുന്നിടത്ത് പിയാനോ കേൾക്കുന്നയാളും വായിക്കുന്നയാളിനും ഇടയിൽ ഒരു കർട്ടൻ ഇട്ടു. അപ്പോൾ കർട്ടൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആരെന്നറിയില്ല. ഇതിൻ്റെ ഔട്ട്പുട്ട് വ്യത്യാസമായി. കാരണം സ്ത്രീകൾ കൂടുതലായി പിയാനോയിൽ എക്സ്പെർട്ടാണെന്നുള്ളത് തെളിയാൻ തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് വായിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവർ ആ കൃത്യമായി ആ പിയാനോയുടെ വാദനത്തിൻ്റെ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുകയും വ്യക്തിയിലുള്ള ആ സ്റ്റീരിയോടിപ്പിക്കലായിട്ടുള്ള ഒരു സെലക്ഷൻ ഇല്ലാണ്ടാവുകയും ചെയ്യുന്നുണ്ട്. AI എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ AI അവൈലബിൾ ഡാറ്റ മുഴുവൻ എടുത്തു വെച്ചിട്ട് അത് നോക്കുമ്പോൾ അതിനുള്ളിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു ജെൻഡർ ബയാസ് ഉണ്ട്. ഈ ജെൻഡർ ബയാസിനെ AI എടുക്കുകയും അത് ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്യും. അതായത് നേരത്തെ 10ൽ 2 പേരെ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ AI വരുമ്പോൾ 10ൽ 1 ചുരുങ്ങും. ഇത്തരത്തിലുള്ള ഒരു ആംപ്ലിഫിക്കേഷൻ ഓഫ് ബയാസസ് ആൻഡ് ഇനിക്വാലിറ്റീസ് സമൂഹത്തിൽ ചില മേഖലകളിൽ നടക്കുന്നുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. അതിനെ തിരുത്താനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നുമുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് യെസ്, AI വിൽ ഡെഫിനറ്റ്ലി ബി ഹെൽപ്ഫുൾ. ഞാൻ പറയുന്നത് പൂർണ്ണമായും മാറ്റും എന്നല്ല, പക്ഷേ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനിക്വാലിറ്റി എന്ന വിഷയത്തിനെ പ്രൊഡക്റ്റീവായി സമീപിക്കാൻ സാധിക്കും. ഉദാഹരണം, റീഹാബിലിറ്റേഷൻ. ഒരു കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ബൗദ്ധിക പരിമിതിയുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ മെച്ചപ്പെടുത്താൻ ഉറപ്പായും AI സിസ്റ്റത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
പക്ഷേ AI സ്വയം സൃഷ്ടിക്കുന്നതും നിലനിൽക്കുന്ന അസമത്വങ്ങളെ കൂടുതൽ ആംപ്ലിഫൈ ചെയ്യുന്നതുമായ പ്രശ്നങ്ങൾ AI പുതുതായി സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇനിക്വാലിറ്റി എന്ന ഡെഫിനിഷൻ ആസ് സച്ച് നമ്മൾ വീണ്ടും പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം AI എന്ന് പറയുന്നത് ഡേറ്റ അധിഷ്ഠിതം ആണല്ലോ. അപ്പോൾ ഡേറ്റ അധിഷ്ഠിതം എന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാ ഡേറ്റയും നമ്മൾ ഉപയോഗിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും AI എല്ലാ ഡേറ്റയും ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ സംഗതി ശരിയായി എന്നുള്ളൊരു ധാരണ വരും. അപ്പോൾ അതിൽ AI ഉപയോഗിക്കുന്ന ഒരു സംഗതി ഒരു സേലിയൻസ് എന്നോ മറ്റോ പറയുന്ന ഒരു പ്രസക്തമായ പ്രസക്തമായിട്ടുള്ള ഫീച്ചറുകൾ കണ്ടെത്തുക, ആ പ്രസക്തമായിട്ടുള്ള ഫീച്ചറുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രസക്തം എന്നുള്ളത് എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. പ്രസക്തം എന്നുള്ളത് മിക്കവാറും ഏറ്റവും പരമാവധി ആളുകളിലേക്ക് ഈ AI എത്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പ്രസക്തം എന്നുള്ളത് മുഖ്യധാര എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഈ AI മോഡലുകൾ പരിമിതവുമായിരിക്കണം, എന്നാലേ അതിന് ജനറലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ അതിൻ്റെ സാങ്കേതികത്വമാണ്. അതിലേക്ക് പോകാതെ തന്നെ പ്രസക്തമായ ഫീച്ചറുകളുടെ ഒരു സമ്മേളനമാണ്, ഒരു സമുച്ചയമായിട്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ നിലകൊള്ളുന്നത്. ഇപ്പോൾ പ്രസക്തമായ ഫീച്ചർ എന്ന് പറയുമ്പോൾ മുഖ്യധാര എന്ന് പറയുന്നതിനെ പ്രിവിലേജ് ചെയ്യുകയും പാർശ്വങ്ങളിലുള്ളതിനെ കളയുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു ഡേറ്റ എടുത്തിട്ട് അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ നിർമ്മിക്കുക എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പ്രധാന ഭാഗം എടുക്കുന്നു, ബാക്കിയുള്ള പുറമേ നിന്ന് ഇങ്ങനെ അരിച്ചരിച്ച് കളഞ്ഞു വരുന്നു, പിന്നെ പ്രധാനപ്പെട്ട നടുക്കുള്ള ഭാഗം എടുക്കുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നടുക്കുള്ള ഭാഗത്ത് ഏറ്റവും ഈ സ്റ്റീരിയോ ടൈപ്സിൻ്റെ മറ്റുമൊക്കെ വളരെ വളരെ പ്രകടമായിട്ടുള്ള റിഫ്ലക്ഷൻസും മറ്റുമൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതേസമയം പാർശ്വങ്ങളിലുള്ളവരുടെ ഡേറ്റയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാറ്റേണുകളൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ AI അന്തർലീനമായിട്ടുള്ളൊരു മെജോറിറ്റേറിയനിസം ഉണ്ട്. അത് ഈ പറഞ്ഞ ഇനിക്വാലിറ്റീസിനെ എല്ലാത്തിനും ഒരു വർഗ അടിസ്ഥാനം ഉണ്ട് ആ അർത്ഥത്തിൽ. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇന്ന് നോക്കുമ്പോഴത്തേക്കും ഇന്ന് ഈ കോഗ്നിറ്റീവ് ലേബറിൻ്റെ ഒക്കെ കാലത്ത് വരുമ്പോഴത്തേക്കും ഇന്നിപ്പോൾ പ്രധാനമായിട്ട് കണക്കാക്കുന്ന ഇനിക്വാലിറ്റീസ് ഈ ന്യൂറോ ഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. ഇതിനെക്കുറിച്ചൊരു മനോഹരമായിട്ടുള്ളൊരു പുസ്തകമുള്ളത് എംപയർ ഓഫ് നോർമാലിറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, റോബർട്ട് ചാപ്മാൻ എന്ന് പറയുന്ന ആളുടെ. അപ്പോൾ അദ്ദേഹം മുതലാളിത്തം പറയുന്നത് ഏറ്റവും നോർമൽ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നുള്ളത് ആ ഡെഫിനേഷൻ ഇങ്ങനെ പരമാവധി ചുരുക്കി കൊണ്ടുവരിക. ബാക്കി എല്ലാവരും അബ്നോർമലാണ് എന്നുള്ള സങ്കല്പിച്ച് അവരെല്ലാവരും സ്ട്രൈവ് ചെയ്യണം എന്നുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന സംഗതി. അതിപ്പോൾ ഒരു പക്ഷേ ഈ ആദ്യകാല മുതലാളിത്തത്തിൻ്റെ മറ്റൊക്കെ കാലത്ത് ഈ കായിക ശേഷി കൂടുതൽ വേണ്ടുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെയും മറ്റൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ സ്ത്രീവിരുദ്ധതയൊക്കെ വായിക്കാം. എന്ന് വെച്ചാൽ മനുഷ്യരിൽ രണ്ട് ജെൻഡറുള്ളപ്പോൾ ഒരു ജെൻഡർ കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റി ചെയ്തോട്ടെ, മറ്റ് കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന് പറയും. ഇതിനെല്ലാത്തിനും ഒരു വർഗ സ്വഭാവമുണ്ട്. ആ വർഗ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇതിലെല്ലാം പ്രശ്നമുണ്ട്. ഇതുപോലെ ഈ AI ഒരു മെജോറിറ്റേറിയൻ സ്വഭാവം ആ പ്രശ്നങ്ങളെല്ലാം കൂടുതൽ വർദ്ധിപ്പിക്കുക തന്നെയായിരിക്കും ചെയ്യുക. ജനറലി ഇക്കോണമിയെക്കുറിച്ച് പറയുമ്പോൾ 3 സെക്ടേഴ്സ് പറയുന്നുണ്ട്. കൃഷി അടക്കമുള്ള പ്രൈമറി സെക്ടർ, മാനുഫാക്ചറിങ് സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. ഇപ്പോൾ ഈ പറയുന്ന നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ജോബ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടുതൽ നടക്കാൻ സാധ്യതയുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് സർവീസ് സെക്ടറിലാണ്. യു ക്യാൻ കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. അത് കഴിഞ്ഞിട്ടും മാറ്റം കുറച്ച് വരാവുന്നത് മാനുഫാക്ചറിങ് സെക്ടറിലാണ്. ഏറ്റവും കുറച്ച് സാധ്യതയുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് പ്രൈമറി സെക്ടറിലാണ്. ഈസ് ദർ എ പോസിബിലിറ്റി? ഇപ്പം കേരളത്തിൻ്റെ മൊത്തം ഇക്കോണമി നോക്കുകയാണെങ്കിൽ 8% പ്രൈമറി സെക്ടർ, 17% ഓ മറ്റോ മാനുഫാക്ചറിങ്, ബാക്കി 70% സർവീസ് സെക്ടറാണ്. ഇപ്പോൾ ഇന്നലെ ഡോക്ടർ MB പരമേശ്വരനെ കുറിച്ചും കൂടെ ആരും പറഞ്ഞതുകൊണ്ട് MBയുമായിട്ട് ഒരു 2-3 മാസം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂവിൽ MB പറയുന്നുണ്ടായിരുന്നു, ക്യാൻ വി തിങ്ക് ഓഫ് ഈ 8% എന്നുള്ള 20% ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ എന്തായാലും AI ഹാസ് കം ടു സ്റ്റേ ആൻഡ് ദ ഇക്കോണമി ഈസ് ദെയർ. ക്യാൻ ബി തിങ്ക് ഓഫ് ഈ ഇപ്പോഴുള്ള ഇക്കോണമിയെക്കുറിച്ചുള്ള ചിന്ത തന്നെ മാറ്റാൻ പറ്റുമോ? ഇസ് ദർ എ പോസിബിലിറ്റി ഓഫ് ഈ പ്രൈമറി സെക്ടർ കൂടുതലാവുന്നു, ആ രീതിയിൽ ജോബ് ക്രിയേഷനെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ളത്? ഒരു സ്റ്റുഡൻറ് കൗൺസിലറാണ്. അപ്പോൾ ഇതിനിടയിൽ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ഈസ് AI ബിക്കമിങ് എ തേർഡ് പേരൻറ്റ്. നമ്മുടെ ജനറേഷനിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ പറയും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ഐ ഫീൽ ദേ ആർ ഡിപ്പെൻഡിങ് മോർ ഓൺ AI ഫോർ സോൾവിങ് ദെയർ പ്രോബ്ലംസ്. ഈസ് ദാറ്റ് ട്രൂ ഓർ ഐ ഫീൽ ഇറ്റ്സ് ക്വൈറ്റ് സ്കാരി? Because my field has always been mental health and emotional well-being. I just want to understand how can AI trained on global data understand Kerala context, language nuisance and stigma around mental health. And we also believe that there is no alternative for human brain. So what are the limitations? What are the
the uses that can be, that we can use, or you take advantage of the AI in terms of mental health therapies, because as he said, the children are considering AI as a third parent, and we have seen a lot of cases in 2025 where OpenAI has been sued by parents after a suicide that happened in US, because the child was constantly taking therapies from AI, and finally one day the ChatGPT replied as, "You don't owe your life to anyone," and after this particular statement by the AI, the child committed suicide. And one more last thing I would like to understand is, what is the one uniquely human skill that AI will never replace in mental healthcare? Because we see a very disturbing ratio of clinical psychologists, counselors being 1:10,000 in India, especially, which is not an official data, which is just an very unofficial data. And if we go forward to taking down that data, it will be really devastating to know that that is a field that has not been addressed anywhere. പ്രൈമറി സെക്ടറിൻ്റെ കേരളത്തിലെ ഒരു പ്രസക്തി, അതിൻ്റെ ഒരു MP-യുടെ കാഴ്ചപ്പാടിൽ അതിനെ റിവേഴ്സ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോ? സത്യസന്ധമായി പറഞ്ഞാൽ അത്തരമൊരു ഗഹനമായ ഉത്തരം നൽകാൻ എനിക്ക് കഴിയില്ല. അത് അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടൊന്നുമില്ല. അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ദീപക് അഡ്രസ്സ് ചെയ്തേക്കും. പക്ഷേ ഒരു കാര്യമുള്ളത്, ഉറപ്പായിട്ടും മാഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പാക്റ്റ് ഉള്ള സെക്ടേഴ്സ് എടുത്തു നോക്കുമ്പോൾ അതിനെപ്പറ്റി കൃത്യമായ പ്രഡിക്ഷൻസ് ഉണ്ട്. അതിൽ സർവീസ് സെക്ടറാണ് വലിയ രീതിയിൽ ഇമ്പാക്റ്റഡ് ആകുന്നത്. ദാറ്റ് ഡസൻ മീൻ സർവീസ് സെക്ടർ അല്ലാതെയുള്ള സെക്കൻഡറി ആൻഡ് പ്രൈമറി സെക്ടേഴ്സ് ഇമ്പാക്റ്റഡ് ആകുന്നില്ല എന്നുള്ള അർത്ഥമൊന്നുമില്ല. ഉദാഹരണത്തിന് സെക്കൻഡറി സെക്ടറിൽ വലിയ രീതിയിൽ ഓട്ടോമേഷൻ്റെ പോസിബിലിറ്റി ഉണ്ട്. യന്ത്രങ്ങൾ കൊണ്ട് പല ഫാക്ടറി തൊഴിലുകളെയും പൂർണ്ണമായും യന്ത്രവൽക്കരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ യന്ത്രവൽക്കരണത്തിൻ്റെ ഒരു വലിയ പൊട്ടൻഷ്യൽ സർവീസ് സെക്ടറിനെക്കാളും ഒരു പക്ഷേ സെക്കൻഡറി സെക്ടറിന് ഉണ്ടാകാം, അതിനൊരു സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഓരോരോ യൂസ് കേസസ് ആയിട്ട് നമ്മൾ നോക്കേണ്ടി വരും. നമുക്കിങ്ങനെ ജനറലായിട്ട് ഈ മേഖല മുഴുവൻ അങ്ങ് ഓട്ടോമേറ്റ് ആവും എന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള യൂസ് കേസസ്, ടാസ്കുകൾ, ജോലികൾ എടുത്ത് അങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ. അഗ്രികൾച്ചറിൻ്റെ അകത്തുള്ള എയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, പണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എത്ര AI വന്നാലും എത്ര ഡിജിറ്റൽ സംഭവം വന്നാലും മണ്ണിലിറങ്ങിയാലല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മണ്ണിലൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല, അങ്ങനെയുള്ള ടെക്നോളജികളും വരുന്നുണ്ട്. യന്ത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള കൃഷി രീതികൾ, പുതിയ കാർഷിക വികസന സമ്പ്രദായങ്ങളൊക്കെ ലോകമൊട്ടാകെ ഉണ്ടായി വരുന്നുണ്ട്. അതിൽ AI ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് AI എന്ന് പറയുന്നത് ജസ്റ്റ് AI ഒരു ChatGPT പോലത്തെ ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല. AIക്ക് ഒരുപാട് വിരലുകളുണ്ട്, അതിനൊരുപാട് കൂട്ടുകാരുമുണ്ട്. ഇപ്പോൾ റോബോട്ടിക്സ് എന്ന ഒരു വിഷയമേഖല AIയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന, വസ്തുക്കളുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന മറ്റൊരു വിഷയമേഖല AIയുടെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ IoT ഉപയോഗിച്ചുകൊണ്ട് കൃഷിയിടങ്ങളെ കൃത്യമായി മോണിറ്റർ ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള വളമിടുന്നതോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള മറ്റ് കീടനാശിനി തളിക്കുന്നതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ട്വിൻ എന്ന് പറഞ്ഞിട്ടൊരു ആശയമുണ്ട്. ഡിജിറ്റൽ ട്വിൻ ഈസ് എ ഡിഫറെൻറ്റ് ടെക്നോളജി. അത് ശരിക്കും അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ട് നമ്മൾ ഈ ഫേസ്ബുക്കൊക്കെ തുടങ്ങുന്ന സമയത്ത് ഫാം വില്ലേ എന്ന് പറഞ്ഞിട്ടൊരു കളി കളിക്കുമായിരുന്നു. നമ്മൾ ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് കൃഷി നടത്തും. ആ ആശയം എക്സാക്ട്ലി അതുപോലെ കൃഷി നടത്താൻ പറ്റുമെന്നല്ല, ഏതാണ്ട് ഫിസിക്കൽ റിയാലിറ്റിയെ ഒരു ഡിജിറ്റൽ സ്പേസ് കൊണ്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കലാണ് ഡിജിറ്റൽ ട്വിനിൻ്റെ സാധ്യത. ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ സെക്ടറിനകത്ത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. പിന്നെ ഈ ഈൽഡിൻ്റെ ലഭ്യതയെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ AI ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി പ്രഡിക്ഷൻസ് നടത്താൻ പറ്റും. കാലാവസ്ഥാ മാറ്റങ്ങളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ കാലാവസ്ഥയുടെ കൃത്യമായിട്ടുള്ള അനാലിസിസ് നടത്താൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ AI കൃഷി മേഖലയെ ടച്ച് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉറപ്പായിട്ടും ടച്ച് ചെയ്യും. പക്ഷേ ടച്ച് ചെയ്യുന്നത് ഏതൊക്കെ സമൂഹങ്ങളിൽ എന്നുള്ളത് അടുത്ത ചോദ്യം. അമേരിക്കയിലെ ഒരു കർഷകൻ AI ഉപയോഗിക്കുന്നത് പോലെ അല്ല
കേരളത്തിലെ ഒരു കർഷകൻ ഉപയോഗിക്കേണ്ടാവുക. അതുപോലെ ആയിരിക്കില്ല തമിഴ്നാട്ടിലെയോ ഉത്തർപ്രദേശിലെയോ ഒരു കർഷകൻ ഉപയോഗിക്കേണ്ടാവുക. വലിയ വൻകിട ഫാമുകളിൽ AI ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല തുണ്ടുഭൂമികളിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് AI ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവുക. സോ എവ്രി യൂസ് കേസ് ഈസ് യുണീക്ക്. അവിടെ നമുക്ക് നമ്മുടേതായ യൂസ് കേസുകൾ കണ്ടെത്തുകയും നമ്മുടേതായിട്ടുള്ള തനത് സൊല്യൂഷൻസ് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധ്യത എന്നുള്ളതാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതോടൊപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ ഇപ്പോൾ 8% നിന്ന് 20% പറ്റുമോ എന്നുള്ള ചോദ്യം ഉറപ്പായിട്ടും കാർഷിക മേഖലയുടെ വിദഗ്ധരാണ് ആലോചിക്കേണ്ടത്. അത് എനിക്ക് ആൻസർ പറയാൻ ഞാൻ യോഗ്യനല്ല. രണ്ടാമത്തത് ഒരു തേർഡ് പാരൻറ്റ് വലിയൊരു പ്രശ്നമല്ല, അതൊരു വലിയ വിഷയ മേഖലയാണ്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ നമ്മുടെ ഇറ്റ്സ് നോട്ട് അത് സൈക്കോളജി എന്ന വെറും പെരിഫറലായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല, സമൂഹത്തിനെയും വ്യക്തികളെയും കാണുന്ന മനുഷ്യൻ്റെ രീതിയെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് തിരുത്തുന്നതെന്നുള്ളത് ഇപ്പം തന്നെ പഠനങ്ങൾ ഒരുപാടുണ്ട്. അത് കുറേയൊക്കെ എംപിരിക്കലായിട്ടുള്ള റിസൾട്ട്സ് വച്ചിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ഇനിയും കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഒരു ടെക്നോളജി ഒരു സമൂഹത്തിനെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് അറിയാൻ ഒരു നിശ്ചിത കാലയളവ് വേണം. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊക്കെ ഉള്ളത് കുറേയൊക്കെ പ്രെഡിക്റ്റീവായിട്ടുള്ള മെക്കാനിസംസ് ആണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന രീതിയിലാവുമ്പോൾ പുതിയ സമൂഹങ്ങളുടെ, അതിപ്പോൾ നമ്മൾ ജെൻ ആൽഫ, ജെൻ സി എന്നൊക്കെ പറയുന്ന പുതിയ സമൂഹങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ഫ്രോണ്ടിയർ ടെക്നോളജീസ് വളരെ സമൂലമായ തിരുത്തലുകളിലൂടെ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഏതാണ്ട് അംഗീകരിക്കപ്പെട്ടൊരു വസ്തുത തന്നെയാണ്. അത് ഗുണകരമായും ദോഷകരമായും നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് ഉറപ്പായിട്ടും സോഷ്യോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും പോളിസി മേക്കേഴ്സും ഒക്കെ ഉള്ള ഒരു വലിയ സമൂഹം കളക്റ്റീവായിട്ട് ആ റിസർച്ച് നടത്തണം എന്നുള്ളതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൊരു വിഷയം. മൂന്നാമത്തത് സാങ്കേതികമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. AI ഒരിക്കലും എടുക്കാൻ സാധ്യതയില്ലാത്ത ഹെൽത്ത് കെയറിനകത്തുള്ള ഒരു സൊല്യൂഷൻ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അതിനും ആൻസർ ഇല്ല, എനിക്കറിയില്ല. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്പർശത്തിനെ ഒരു AIക്ക് അത്ര എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പർശിക്കേണ്ട തൊഴിലുകളുണ്ട്. ഒരു ഡോക്ടർ, ഒരു കെയർ ഗീവർ എന്നൊക്കെ പറയുമ്പോൾ അവർ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയോ ഒരു ഡയഗ്നോസിസ് നടത്തുകയോ ഒന്നും അതല്ലാതെ തന്നെ അവരുടെ ഒരു പ്രസൻസ്, അവർ കൊടുക്കുന്ന ഒരു ഹ്യൂമൻ ഫീലിംഗ് ഉണ്ടല്ലോ, ഇത് കുറേയിടങ്ങളിൽ AIക്ക് ഒട്ടും തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഇപ്പോൾ വന്നിട്ടില്ല. ഇനി ഭാവിയിൽ സമൂഹം മാറുകയാണെങ്കിൽ ചിലപ്പോൾ യന്ത്രം വന്ന് തൊട്ടാൽ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ ഇപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു സാധ്യതയില്ല. അതുപോലെ തന്നെ ക്രിയേറ്റീവ് സ്പേസിനകത്ത് AIയുടെ പൊട്ടൻഷ്യലുണ്ട്. പക്ഷേ ഒരു നല്ല ക്രിയേറ്ററിന് AI ഒരു നല്ല ടൂളാണ്. ഒരു നല്ല ക്രിയേറ്ററിനെ പൂർണ്ണമായി മാറ്റാൻ AIക്ക് സാധിക്കണം എന്നില്ല. ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ വായിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. നവനീത് കൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഞാൻ AI എങ്ങനെയാണ് എൻ്റെ ലേഖനങ്ങളിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതിൽ പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ AI ലേഖനങ്ങൾ എഴുതാൻ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു നീഡാണ്. കാരണം നിങ്ങൾ AI ഉപയോഗിച്ചുകൊണ്ട് സമയം കുറച്ച് ലേഖനം എഴുതുന്ന ഒരു രീതി അല്ല. ഇപ്പോൾ ഞാൻ ഒരു ലേഖനം എഴുതാൻ 10 മണിക്കൂർ എടുത്തിരുന്നെങ്കിൽ AI ഉപയോഗിച്ചും 10 മണിക്കൂർ എടുക്കണം. അല്ലാതെ ആദ്യം ജെമിനിയുടെ അടുത്തോ ChatGPT അടുത്തോ ഒരു ലേഖനം എഴുതി തരൂ എന്ന് പറയുമ്പോൾ കിട്ടുന്ന കണ്ടൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ അതിനൊരർത്ഥമില്ല. പക്ഷേ ഈ AI ഉപയോഗിച്ചുകൊണ്ട് ഗഹനമായ ഗവേഷണം നടത്താനും നമ്മുടെ വാദങ്ങളെയും നമ്മുടെ താല്പര്യങ്ങളെയും ഒക്കെ പലതവണ വാലിഡേറ്റ് ചെയ്യാനും അതിലൂടെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സഹായകരമാവുന്ന ഒരുപാട് ടൂളുകളുണ്ട്. ഇപ്പോൾ റിസർച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാർ കൺസെൻസസ് എന്നൊരു ടൂൾ ഉപയോഗിക്കും, എലിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കും. ഇതൊക്കെ ശരിക്കും നമ്മുടെ ബൗദ്ധികമായ അധ്വാനത്തിനെ സപ്ലിമെൻ്റ് ചെയ്യുന്ന ടൂളുകളാണ്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഒരു ഫേസ് വേറെ ഉണ്ട്. അത് ദീപക് കൃത്യമായി അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ലഭ്യമായ ടൂളുകളുടെ സാധ്യതകളെ വിവേചന ബുദ്ധിയോടുകൂടി ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ AI കൊണ്ടൊരു കഥ എഴുതിപ്പിച്ചാൽ അത് കഥയായിട്ട് തോന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളരെ ഗംഭീരമായി കഥ എഴുതാൻ അറിയുന്ന ഒരാൾക്ക് AI ഉപയോഗിച്ച് കഥ എഴുതാനും പറ്റില്ല. അല്ലെങ്കിൽ AI എഴുതുന്ന കഥ ഒരിക്കലും ആ വ്യക്തിയുടെ ഒരു യുണീക്കായിട്ടുള്ള പെർസ്പെക്റ്റീവിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്.
കാരണം എപ്പോഴും പാറ്റേണുകളെ ഫോക്കസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ അത് മാറുമെന്നൊന്നും അറിയില്ല. കാരണം എന്ന് വെച്ചാൽ AI എന്ന് പറയുന്നത് വെറും ഒരു ടെക്നോളജി അല്ല, LLM അല്ല AI. LLM എന്ന് പറയുന്നത് AIയുടെ ഒരു ശാഖയുടെ ഉപശാഖ മാത്രമാണ്. ഇതുപോലെ പല 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 ശാഖകളും വലിയ സ്പേസുകളും AIയുടെ ടെക്നോളജി സെക്ടറിനകത്തുണ്ട്. അതിൽ നമ്മുടെ തലച്ചോറിനെ അനുകരിക്കുന്ന ടെക്നോളജി ഉണ്ട്, റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്, തലച്ചോറിനെയും റൂൾ ബേസ്ഡ് ആയിട്ടുള്ളതിനെയും ഒരുപോലെ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പല രീതികളിൽ പലതരം ഔട്ട്പുട്ടുകൾ വരും കാലങ്ങളിൽ ഉണ്ടാക്കിയെടുത്തേക്കാം. അപ്പോൾ ഈ നമ്മുടെ അസംഷൻസ് ഒക്കെ മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ 3 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം ഈ എന്താ മാനുഫാക്ചറിങ്ങും സർവീസസും ആ ഒരു ഡിസ്റ്റിങ്ഷനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇപ്പോൾ സെക്ടർ വൈസ് ഡിസ്റ്റിങ്ഷനെ കുറിച്ച്. അപ്പം ശരിക്കും ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു ഡിബേറ്റ് എന്ന് പറയുന്ന സംഗതിയോ അല്ലെങ്കിൽ ചർച്ച എന്ന് പറയുന്ന സംഗതി AI എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനെക്കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പുസ്തകമുള്ളത് സൈബർനെറ്റിക് സർക്കുലേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് ബേഴ്സോൻ്റെ. അപ്പോൾ അതിലുള്ള ഓതർ കൃത്യമായി വാദിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ AI ഒരു സർക്കുലേഷൻ എന്ന് വെച്ചാൽ കമ്മോഡിറ്റി പ്രൊഡക്ഷനിൽ സർക്കുലേഷൻ എന്ന് പറയുന്നതിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എന്നുള്ളതാണ്. അതിനെ ഒരുപക്ഷെ കുറച്ചുകൂടെ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് കരുതുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പരസ്യം ഉണ്ടെന്ന് കരുതുക, വലിയൊരു ബിൽ ബോർഡ് ഉണ്ട് എന്ന് കരുതുക. ആ ബിൽ ബോർഡ് വെക്കാനും മറ്റുമൊക്കെ വർക്കേഴ്സ് വേണ്ടി വരും. അതിന് മനോഹരമായിട്ടൊരു പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ മനോഹരമായിട്ട് വരയ്ക്കാനും അതിനൊക്കെ വർക്കേഴ്സ് വേണ്ടി വരും. ഇവരൊക്കെ എക്സ്പ്ലോയിറ്റഡ് ആണ്, പക്ഷേ അവരൊന്നും ആ അർത്ഥത്തിൽ പ്രൊഡക്റ്റീവ് അല്ല. എന്താണെന്ന് വെച്ചാൽ സർപ്ലസ് വാല്യൂ മറ്റുമൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് പ്രൊഡക്ഷനിലാണ്. ആ പ്രൊഡക്ഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇതാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതാണ് ഇവരെ ഫണ്ട് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ഈ സർക്കുലേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ അൽഗോരിതങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് പരസ്യങ്ങൾ കാണിച്ച് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വിപണിയിൽ ചരക്കുകളെ നീക്കുക എന്നുള്ളതാണ് ഫേസ്ബുക്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിന് ആ അർത്ഥത്തിൽ ആ പ്രൊഡക്ഷനുമായിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പോൾ ഈ സർക്കുലേഷനിലുള്ള ഈ ഒരു എഫിഷ്യൻസി വർധനവും മറ്റുമൊക്കെ ഇവഞ്ച്വലി പ്രൊഡക്ഷനെ ആ അർത്ഥത്തിൽ ബാധിക്കും. എന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള വാല്യൂ ആണല്ലോ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള പ്രോഫിറ്റ്സ് വല്ലാണ്ട് കുറയുന്നുണ്ട്. അപ്പോൾ അവിടെ അതിനെ സ്വാഭാവികമായിട്ടും ബാധിക്കും. അപ്പോൾ ഡയറക്റ്റായിട്ടുള്ള ബാധിക്കൽ ഒരു കാര്യം, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് കാര്യമായിട്ടത് ബാധിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. രണ്ടാമത്തത് ഈ തേർഡ് പാരൻ്റ് എന്ന് പറയുന്ന സംഗതി, അത് ഞാൻ ഈയിടയ്ക്കായിട്ട് ധാരാളം വർക്ക് ചെയ്യുന്നൊരു സംഗതി ഈ AI മനുഷ്യവൽകൃത അവതരണം എന്നുള്ളതിനെ കുറിച്ചാണ്. ആന്ത്രോപ്പോമോർഫിസം എന്നൊക്കെ ഒരു വലിയ വാക്കാണ് അതിന് പറയും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഈ ട്യൂറിംഗ് ടെസ്റ്റിൽ അന്തർലീനമാണ്. ട്യൂറിംഗ് ടെസ്റ്റിൽ പറയുന്നത് മനുഷ്യനെ പോലുള്ള ഔട്ട്പുട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെയും വിചാരിക്കുന്നത് തേർഡ് പാരൻ്റ് എന്ന് പറയുമ്പോൾ പാരൻറ്റിനെ പോലുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഈ AIക്ക് ഒരു ഇൻസ്ട്രുമെൻ്റൽ ലോജിക്കാണ് അവിടെ ഉള്ളത്. നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് ഉത്തരം തന്ന് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മളെ കൊണ്ട് പരസ്യം കാണിച്ചോ മറ്റെന്തെങ്കിലും രീതിയിലോ മറ്റോ ഒക്കെ കാശുണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഒരു ഫസ്റ്റോ സെക്കൻഡ് പാരൻറ്റിനോ അങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശ്യം. അവർക്ക് ഒരു എന്താ പറയുക, അവർക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു വെൽ വിഷിങ് ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ആ തരത്തിലുള്ളൊരു സംഗതി ഇതിനില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കാറ്റഗറി കൺഫ്യൂഷനായിട്ട് വേണം കണക്കാക്കാൻ. ഇതൊരു തേർഡ് പാരൻ്റ് അല്ല. ഒരു തേർഡ് പാരൻറ്റിനെ സിമുലേറ്റ് ചെയ്യുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു വിപണി സാങ്കേതിക വിദ്യ എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഡിസ്റ്റിങ്ഷൻ അവിടെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം ഈ യുണീക്ലി ഹ്യൂമൻ സ്കില്ലിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് ഇപ്പം ഈ ട്യൂറിങ്ങിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ 1950 പേപ്പറിൽ തന്നെ അദ്ദേഹം ആ സമയത്തുള്ളൊരു ലേഡി അഡാ ലവ്ലേസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പ്രോഗ്രാമർ എന്നൊക്കെയാണ് പറയുക അവരെ. അപ്പം അവരെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവർ പറയുന്നത് എന്താ വെച്ചാൽ അൽഗോരിതത്തെക്കുറിച്ച് എന്തോ ഒരു സംഗതിയെക്കുറിച്ച് അവർ പറയുന്നത് കനോട്ട് ഒറിജിനേറ്റ് എനിത്തിങ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ബേസിക്കലി മെഷീൻസിനും പൊതുവിൽ ബാധകമാണ്. ഇറ്റ് കനോട്ട് ഒറിജിനേറ്റ് എനിത്തിങ്. നമ്മൾ നേരത്തെ പ്രീ കോൺഫിഗർ ചെയ്ത് വെച്ചാൽ എങ്ങനെയാണോ അത് പ്രവർത്തിക്കുക, അതങ്ങനെ ആ മുൻ നിശ്ചയിച്ച പ്രകാരം പ്രവർത്തിക്കുക എന്നുള്ളതാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ കോംപ്ലക്സ് ആയിരിക്കാം. കോംപ്ലക്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ അതിന് ഏജൻസിയൊക്കെ ആരോപിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അതേസമയം അത് മുൻ നിശ്ചയിച്ച പ്രകാരമാണ്. അത് ചിലപ്പോൾ ഇന്നത്തെ ഈ അൽഗോരിതംസിൽ മറ്റൊക്കെ റാൻഡംനെസ് ഉണ്ട്. റാൻഡംനെസ് ഒക്കെ നമുക്ക് എന്തോ ഒരു അത് മൂടിയാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഈ റാൻഡംനെസ് മുൻ നിശ്ചയിച്ചാണ്, ഒരു ലെവലിൽ പിന്നോട്ട് മുൻ നിശ്ചയിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണത്. അപ്പം ബേസിക്കലി ഈ മെഷീൻസ് കനോട്ട് ഒറിജിനേറ്റ് എനിത്തിങ് എന്നുള്ള മാർക്സിൻ്റെ വാക്ക് പറയുകയാണെങ്കിൽ ഹ്യൂമൻ
ലേബർ എന്നാണെന്ന് തോന്നുന്നു, ഹ്യൂമൻ ലേബർ ഇസ് എ യുണീക്ക് വാല്യൂ ക്രിയേറ്റിംഗ് എലിമെൻറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി ഹ്യൂമനും മെഷീനും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഈ ഡിസ്റ്റിങ്ഷൻ ഒട്ടും ഇല്ലാതാവില്ല എന്നുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇത് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒരിക്കലും ഇല്ലാതാവുന്നില്ല. എന്ന് വെച്ചാൽ അതിൽ ഹ്യൂമൻ നേച്ചർ മാറുന്നില്ല. എന്ന് വെച്ചാൽ ഈ നമ്മൾ കുറേ ഹ്യൂമൻ നേച്ചർ മാറുന്നു എന്നുള്ളത് ചില അർത്ഥത്തിൽ പറയും, പക്ഷേ അതേസമയം ഒരു ബേസിക് ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞ സംഗതിയിൽ മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ യന്ത്രങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ അങ്ങനെ നിൽക്കും. അതുകൊണ്ട് യുണീക്ലി ഹ്യൂമൻ സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട ധാരാളം എല്ലാ മേഖലകളിലും അങ്ങനെയുള്ള സ്കിൽസ് ഉണ്ട്. പിന്നെ മറ്റൊന്ന് ഹെൽത്ത് കെയറിനെ കുറിച്ച് പറഞ്ഞു. അപ്പം എനിക്കൊന്ന് ഹെൽത്ത് കെയറിൽ നമ്മൾ ഇപ്പം ഒരുപാട് ഓട്ടോമേഷനും മറ്റുമൊക്കെ വരുന്നുണ്ട്. റോബോട്ടിക് സർജറി വരുന്നുണ്ട്, റേഡിയോളജിയിൽ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് വെച്ചാൽ വലിയ തോതിൽ സ്വകാര്യ മേഖല കടന്നു കയറിയ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ട്. എനിക്ക് ധാരാളം പരിചയമുള്ള എൽഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ധാരാളമായിട്ട് ആശുപത്രിയിൽ പോവുകയും അനുഭവങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ളൊരു സംഗതി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. പക്ഷേ അതേസമയം കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് മര്യാദയ്ക്കൊരു ഡയഗ്നോസിസ് കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു 5 മിനിറ്റോ മറ്റോ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ട്. അവരെങ്ങനെയെങ്കിലും ഈ പാക്കേജ് ഇതിലോട്ട് ഒരു ആൻജിയോപ്ലാസ്റ്റി പാക്കേജ് അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് പാക്കേജ്, ഈ പാക്കേജുകളിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു സംഗതി, ഒരു കമ്മോഡിഫൈഡ് ടൈപ്പ് എന്താ അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ അർത്ഥത്തിൽ എന്ന് വെച്ചാൽ കൃത്യമായ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ഒരു ഹ്യൂമന് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഗതി, അത് ഹ്യൂമനെ പരമാവധി പാർശ്വവൽക്കരിച്ച് മൂലധനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ ഒരു കോംപ്ലക്സ് ഡിസീസുമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്കുള്ള ഡയഗ്നോസിസ് പോലും കിട്ടാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. എന്ന് വെച്ചാൽ 10 മിനിറ്റാണ് ഡോക്ടറിൻ്റെ അടുത്ത് കിട്ടുന്നത്, എന്ത് ചെയ്യും എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. ഒരു ഡോക്ടർ ഒരു ദിവസം 50 രോഗികളെ കാണുക എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണ് ഇന്ന് പലപ്പോഴും ഉള്ളത്. ടോക്കണുകളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അറിയാം. സ്വകാര്യ ആശുപത്രികളിലൊക്കെ പോയി ടോക്കൺ കിട്ടുമ്പോൾ 45ാമത്തെ ടോക്കൺ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന എല്ലാവർക്കും അനുഭവമുള്ളതായിരിക്കും. അപ്പം ആ രീതിയിൽ എന്ന് വെച്ചാൽ ഈ മനുഷ്യനെ യന്ത്രത്തിൻ്റെ യുക്തികൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളത് നമ്മൾ പലപ്പോഴും ആ രീതിയിൽ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ദീപക് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഒരു കാര്യം കൂടെ മാത്രം. ദീപക് പറഞ്ഞല്ലോ ആന്ത്രപ്പോമോർഫിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വഭാവം AI കാണിക്കുന്നു എന്നുള്ളത്. ഇത് പറയുന്നൊരു പേര് എലിസ എഫക്റ്റ് എന്നാണ്. എലിസ എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു ചാറ്റ് ബോട്ട് ഉണ്ടായിരുന്നു. ചാറ്റ് ബോട്ടുകളുടെ ഒരു മുതുമുത്തശ്ശി എന്നൊക്കെ പറയാവുന്ന ഒരാളാണ്. അപ്പോൾ എലിസ ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടുള്ളൊരു ലേഡി ഉണ്ടായിരുന്നു. ഈ ലേഡി ഈ എലിസ വളരെ പ്രിമിറ്റീവ് ഒരു ചാറ്റ് ബോട്ടാണ്. നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം, അത് ചില ഉത്തരങ്ങൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് റൂൾ ബേസ്ഡ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, അത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉത്തരം കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഈ ലേഡി എലിസയുടെ അടിമയായി മാറി. അടിമയാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങ് ഒരുപാട് എൻ്റെ മനസ്സറിയാൻ പറ്റുന്ന ഒരു ആളാണ് എന്നുള്ളൊരു രീതിയിലേക്ക് മാറി. അനാമിക എന്ന് ഒരു ചാറ്റ് GPT വിളിക്കുന്ന ഒരാളിനെ പറ്റിയിട്ട് എനിക്ക് അരുണിമ എന്ന് വിളിക്കുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സ്വന്തം കൂട്ടുകാരിയായി ചാറ്റ് GPT-യെയും ജെമിനിയെയും ഒക്കെ കാണുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവിടെയും ദീപക് പറഞ്ഞ ഒരു പോയിന്റ് പ്രസക്തമാണ്. ഇതൊക്കെ ഇതേ അരുണിമയോടടുത്ത് അരുണിമയെ നീ ഒരു മനുഷ്യ സ്ത്രീയാണോ അല്ലെങ്കിൽ നീ ഒരു മനുഷ്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണിമ കണ്ണിച്ചോരല്ലാതെ പറയും അല്ല എന്ന് പറയും. കാരണം അതങ്ങനെയാണ്, അതൊരു യന്ത്രമാണ് എന്ന തിരിച്ചറിവ് ഉപയോക്താക്കൾക്ക് ഇല്ലാണ്ടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു ട്രാപ്പുണ്ട്. ആ ട്രാപ്പിൽ കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാരും പെട്ടുപോകും എന്നുള്ളത് ഒരു പ്രശ്നം. ഇതേ ട്രാപ്പിൻ്റെ മറ്റൊരു തലമാണ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഒരു ടൂളിനെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാവുന്നത്. കാരണം ടൂളുകൾക്ക് തെറ്റുപറ്റില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ ടൂൾ കൊടുക്കുന്ന പ്രത്യേകിച്ച് ഡയഗ്നോസിസിൽ ഒരു ഫോൾസ് പോസിറ്റീവ് ഒരു ടൂൾ കൊടുത്തു എന്നിരിക്കട്ടെ, എന്തായിരിക്കും അതിൻ്റെ ഇംപ്ലിക്കേഷൻ? അതൊരു ചെറിയ പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ ചില സെക്ടറുകളിൽ, ഉദാഹരണത്തിന് മെഡിസിൻ, അതുപോലെ യുദ്ധം, ഡിഫൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതിന് കൃത്യമായ റെഗുലേറ്ററി മെഷേഴ്സ് വേണമെന്നും അത്തരത്തിലുള്ള നിയമങ്ങളുമുണ്ട്. അപ്പോൾ യൂറോപ്പിൻ്റെ ആണെങ്കിലും US-ൻ്റെ ആണെങ്കിലും ചൈനയുടെ ആണെങ്കിലും ഒക്കെ AI നിയമങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഇത്തരം സെക്ടറുകളെ മാറ്റി നിർത്തുന്നുണ്ട്. അതേ US ആണ് ഇസ്രായേലിൻ്റെ യുദ്ധത്തിനകത്ത് AIയുടെ സഹായം തേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇറാൻ യുദ്ധത്തിനകത്ത് ഈ ഒരു സാധ്യത ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഏജൻസി കൊടുക്കുമ്പോൾ, ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വ്യക്തിതലത്തിൽ മാത്രമല്ല സമൂഹത്തിൻ്റെയും മാനവരാശി ഉൾപ്പെടെയുള്ള ഒരു സാഹചര്യത്തിനെ ബാധിക്കുന്ന ഒരു വലിയ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പ്രാദേശികമായിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് വലിയ രീതിയിലുള്ള ഗ്ലോബലായിട്ടുള്ള റെഗുലേറ്ററി റിഫോംസ് ഉണ്ടാക്കണം, വലിയ സംവിധാനങ്ങളും വലിയ കൂട്ടായ്മകളും ഒക്കെ ഉണ്ടാക്കിയിട്ടേ ഇതിനെ തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ എലിസ ഇഫക്റ്റിൻ്റെ
ഇംപ്ലിക്കേഷൻ ഇങ്ങേയറ്റത്ത് വരെ വരുന്നു എന്നുള്ളത്, ആന്ത്രോപ്പോമോർഫിസം എന്നുള്ളതിൻ്റെ ഒരു തുടർച്ച ഉണ്ട് എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കണം എന്ന് തോന്നി, അത്രയേ ഉള്ളൂ. നമുക്ക് എന്താണ് പ്രാദേശികമായി ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഗ്ലോബലിയേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പ്രാദേശികമായി, അതായത് ഒരു അവയർനെസ് പോലെയാണ്. ഇപ്പോൾ സാധാരണ ജനങ്ങൾ പോലും ഇപ്പം ChatGPT അല്ലെ ജെമിനിയൊക്കെ അവർ വളരെ റിലയബിളായിട്ട് ഇതായിട്ടാണ് അവർ അതിനെ ആശ്രയിച്ച് പല കാര്യങ്ങളും അന്വേഷിക്കുന്നത്. പക്ഷേ ഈ എന്താണ് ഗ്ലോബൽ ഡേറ്റയാണ് ഇതിൽ ഫീഡ് ചെയ്തിരിക്കുന്നത്, ലോക്കൽ ആയിട്ടുള്ള ഡേറ്റകൾ വളരെ കുറവുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് എന്തായാലും ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ എന്താണ് ആൾക്കാരതിൽ വിശ്വസിച്ച് ഇത് ചെയ്യുമ്പോൾ അതിലൊരു ചൂഷണമോ അല്ലെങ്കിൽ അതിൻ്റെ റിലയബിലിറ്റിയുടെ ഒരു പ്രശ്നമോ ഉണ്ടല്ലോ. അതിൽ നമ്മൾ എങ്ങനെ പ്രാദേശികമായി നമുക്ക് അതിനെ എന്താണ് ഫേസ് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ തദ്ദേശീയ തലത്തിൽ ഇപ്പം നമ്മൾ വാർഡ് തലത്തിലോ അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരു അവയർനെസ്സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റില്ലേ? അതുപോലെ തന്നെ നേരത്തെ പറയുകയുണ്ടായി, നമ്മൾ ഒരു ഡേറ്റ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ പിന്നെ അതൊരിക്കലും നമുക്ക് തിരുത്താൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പം അല്ല, എനിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം അതൊരു അവയർനെസ് പോലെ ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലേണ്ടതല്ലേ? അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? When you see the trend in the engineering colleges, almost all parents need AI-related technologies. AI data science or AI machine learning or AI robotics, whatever it is. My only concern is that already around 20,000 seats are there per year altogether, except computer science. If you put that on also, it will be much high. Whether this trend will create unemployment among the AI engineers in the coming future, it's an alarming situation. That is one question. Second one is the preference of AI-related technologies over core engineering technologies. What is the situation internationally? Whether you'll be able to throw out some light on this, that is very good. Thank you. എൻ്റെ സബ്ജക്റ്റ് തന്നെ കേരളത്തിലെ തൊഴിൽ മേഖലയെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ള പ്രശ്നമാണ്. അതിനകത്ത് മിസ്റ്റർ ദീപക് പറഞ്ഞു വന്നപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു. ദി ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദി ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദി വേ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. മാസ് എലിയനേഷൻ, ഞാനിവിടെ ഇരുന്ന് തന്നെ ഐ വാസ് സോ കൺഫ്യൂസ്ഡ്. എലിയനേഷൻ ഈസ് കൺഫ്യൂസിങ് വിത്ത് അനിഹിലേഷൻ. കാരണം എൻ്റെ ടെർമിനോളജി പോലും മാറിപ്പോകും. അന്യവൽക്കരണം എന്നൊരു പ്രശ്നം തന്നെയാണ്. അറിയാമല്ലോ, ഹൗ എ ലേബറർ പ്രൊലിറ്ററി ലോസസ് ഹിസ് റൈറ്റ്സ്. അപ്പോൾ ഈ അന്യവൽക്കരണം അതിരൂക്ഷമായി, സ്വാഭാവികമായി ദീപകിൻ്റെ വാക്കുകളിലൂടെ തന്നെ പ്രകടമാണ്. അതിരൂക്ഷമായി ഈ AI ഉണ്ട്, അല്ലെങ്കിൽ തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനകത്ത് ഏറ്റവും ഗൗരവതരമായ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ IO തിങ്സ് നോട്ട് THINGS THINKS I say. എനിവേ, പക്ഷെ കേരളത്തെ ഞാൻ വളരെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു കേരളം ഇക്കാര്യത്തിൽ ഏറ്റവും അപകടകരമായ ഒരു ഭാവിയായിരിക്കും കേരളത്തിൽ. അതിനൊരു നല്ല ഉദാഹരണമാണ് ഹൗ കേരള ഗവൺമെൻറ് കുഡ് മാനേജ് ദി IT സെക്ടർ ലേബറേഴ്സ്. IT സെക്ടറിലെ ലേബേഴ്സ് ഇന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾ വിളിക്കേണ്ടിയിരുന്ന ഡോക്ടർ ഗോപകുമാറുണ്ട്. യു മേ നോ ഇറ്റ്. ഹീസ് വിത്ത് KSSB, who wrote well about how the exploitation happens in the IT sector in all the third world countries, especially in Kerala. നോക്കൂ, നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു അമേരിക്കൻ കമ്പനിക്ക്, ടൈമിംഗ് ഈസ് അമേരിക്കൻ, ദേ ഗെറ്റ് ഇൻ ഡോളേഴ്സ് ആൻഡ് യു ഗെറ്റ് ഇൻ പൈസ. നോ റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു ദം. അപ്പോൾ അത്തരം മേഖലകളിൽ പോലും ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ താല്പര്യമില്ലാത്ത ലേബർ ലോകമാണ് കേരളത്തിൽ. അതിനകത്ത് വേറെ കാര്യമുണ്ട്, മാർക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. സോ അപ്പോൾ ആ പ്രശ്നത്തെ അതിരൂക്ഷമായി, ഇതിൻ്റെ ഒരു പറയാൻ പാടില്ല എങ്കിലും ഒരു ദല്ലാൽ സ്വഭാവത്തിലേക്ക് കേരള സ്റ്റേറ്റ് വിൽ ഗോ വിത്ത് AI. ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന റോബോട്ടിക് ക്ലീനിങ് മെഷീൻ ഇല്ലേ, ഈസ് ഇറ്റ് റൺ ബൈ AI? ആം ഐ കറക്റ്റ്? റൺ ബൈ AI. But you never implement it in your village office. It is something that is the issue is political. See, നമ്മളിതൊക്കെ പറയുമ്പോൾ ഏറ്റവും സ്റ്റാഗ്നൻ്റായ ഒരു സോഷ്യൽ ലൈഫ് ലീഡ് ചെയ്യുന്ന കേരളീയരെ പറ്റി ഞാൻ പറയുന്നത്, നോട്ട് അയോധ്യക്കാരെ പറ്റി.
ഇവിടെ സവർക്കറിന് കീജെ വിളിക്കുന്ന മലയാളികളുടെ ഇടയിലാണ് നിങ്ങൾ AI ഉണ്ടാക്കാവുന്ന വലിയ പോസിറ്റീവ് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത്. സോ ദാറ്റ് പൊളിറ്റിക്കൽ സോ വാട്ട് ഐ ഫീൽ ഈസ്, എന്തൊക്കെയായിരുന്നോ കേരളത്തിൻ്റെ തൊഴിൽ മേഖലയിൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ കെട്ടിക്കൊണ്ടിരുന്നത് അത് മുഴുവൻ ഇറ്റ് വിൽ ബി വാഷ്ഡ് ഓഫ് വിത്ത് AI. അനദർ തിങ്, എവിടെയാണ് AI ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അൾട്ടിമേറ്റ്ലി ദ ബേസിക് തിങ് ഈസ് ഫോർ ഹും ദി ടെക്നോളജീസ്. ദാറ്റ് ഈസ് ദ ബേസിക് തിങ്. ആർക്ക് വേണ്ടിയാണ് സാങ്കേതികവിദ്യ? സാങ്കേതികവിദ്യ പണിയെടുക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇനി മനുഷ്യരൊക്കെ പണിയെടുക്കാനാണോ ജനിച്ചത്? അല്ലല്ലോ. നിങ്ങളെല്ലാം എക്കാലത്തും പണിയെടുത്ത് വെക്കുമെന്നൊരു തെറ്റായ ധാരണ. ഇതാ നമ്മളാരും ജീവിക്കുന്നത് പണിയെടുക്കാൻ വേണ്ടിയല്ല, തെങ്ങ കയറാൻ വേണ്ടിയൊന്നുമല്ല നമ്മൾ രണ്ട് കാലത്ത് നിൽക്കുന്നത്. ഇവിടെ ആരും പണിയെടുക്കരുതെന്നാണ് സയൻസ് ടെക്നോളജി നമ്മളോട് പറയുന്നത്, അല്ലേ? സോ ദി ഇഷ്യൂ ഈസ് ഹു കൺട്രോൾസ് ഇറ്റ്. ഞാൻ ദീർഘിപ്പിക്കല്ല, അസക്ത. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരാളായതുകൊണ്ട്. സോ സി, ഈ പറയുന്ന ഇൻഡസ്ട്രി ഇപ്പോൾ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ കേരളത്തിൽ ഇറ്റ് വാസ് 100% ഫേവറിങ് ദി കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് ഓർ ദി ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്. അതിന് ഏറ്റവും രൂക്ഷമായി മാറി. എന്ന് മാത്രമല്ല, AI വിൽ ഒൺലി ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ദി ടെക്നോക്രാറ്റിക് മേഖല. ഫിസിക്കൽ മേഖലയിൽ ഒരിക്കലും AI വരില്ല. കാര്യം എന്താ? യു വിൽ ഗെറ്റ് വെരി ചീപ്പ് ലേബർ. ദാറ്റ് ഓൾസോ ഐ എം ഗിവിങ് ഇൻ എൻ ഏറ്റ്. നിങ്ങൾ റെയിൽവേ ട്രാക്കിലെ സാധനം ക്ലീൻ ചെയ്യാൻ ദാറ്റ് people will come with 250 rupees. So never AI will come to there. AI will come to where? With the middle class people who are so anxious to join in AI colleges. And that field is also going to be disappeared. അതുകൊണ്ട് ഇതുവരെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് നേടാൻ കഴിഞ്ഞ മുഴുവൻ മനുഷ്യാവകാശങ്ങളെയും തകർക്കാൻ ദി AI will ഹെൽപ്പ്. ആ രീതിയിലേക്കാണ് ഇത് പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു. പിന്നെ കാർഷിക മേഖലയൊക്കെ ബന്ധപ്പെട്ട് ഇഫ് യു ഹാവ് എ വിൽ, ഞാൻ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ യു ക്യാൻ ഡു 100 times ബെറ്റർ തിങ്സ്. ഇഫ് യു തിങ്ക് ഓഫ് നെതർലൻഡിൻ്റെ ഒരു പിന്നെ ഫാമിംഗ് സ്റ്റാൻഡേർഡിലേക്ക് കേരള അപ്ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര ലക്ഷം കോടി രൂപ വരും പെർ ഹെക്ടർ? ഇറ്റ്സ് അറൗണ്ട് 50 lakh crore rupees if you spend with an intention. You can improve the standard of Kerala farm equal to Netherlands. ഞാൻ പറഞ്ഞത് that is all possible. അതിപ്പം 8-20 അല്ല, it may be up to 50. But for whom and for what AI is work? ഇത് കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നടക്കുന്ന ഒരു ആൻറ്റി പീപ്പിൾ പ്രോഗ്രാം എന്ന തരത്തിൽ AI ഇവിടെയും ചെയ്യുന്നു. ഇത് ഒരിക്കലും ഇത് സാധാരണക്കാർക്ക് ജനകീയമാകണമെങ്കിൽ I don't know how you people can do and think. So ഞാനിതിൻ്റെ ലേബർ മേൽ പ്രൊലറ്റേറിയം എന്തിനുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ ഈ പുതിയ ലേബർ കോഡ്? ഐ ഫീൽ ഇറ്റ് ഈസ് ഓൺലി ഫോർ പ്രൊമോട്ടിംഗ് ദി AI ഇംപ്ലിമെൻറ്റേഷൻ. ഒന്നാമത് ഈ AI ഒപ്പാസിറ്റി, സുതാര്യത ഇല്ലായ്മ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് അത് തീർത്തും അനിവാര്യമാണ്, അത് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഈ ഇന്നത്തെ ലോകത്ത് AI ഉപയോഗിക്കണം എന്ന് എല്ലാവരോടും പറയുന്നു. അതെല്ലാം ടൂളുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന ടൂള് പഠിക്കൂ എന്നുള്ളത്. ഒരിക്കലും എയുടെ അകത്തുള്ള സാധനം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതോ അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മളൊട്ടും നമ്മുടെ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ വിപണിയാണ് വിപണിയിലെ ആക്ടേഴ്സാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, അവരുടെ ലക്ഷ്യങ്ങളാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ AI എങ്ങനെയെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതും എങ്ങനെയെങ്കിലും വർക്കേഴ്സ് AIനോട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതും ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള മാർഗം എന്നുള്ള രീതിയിലാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. അത് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. രണ്ടാമത് എനിക്ക് തോന്നുന്നു ഈ അൺഎംപ്ലോയ്മെൻറ്റ് അമംഗ് AI എൻജിനീയേഴ്സ് എന്നുള്ളൊരു ചോദ്യം പറഞ്ഞല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു അൺഎംപ്ലോയ്മെൻറ്റ് അമംഗ് AI എൻജിനീയേഴ്സ് എന്ന് വെച്ചാൽ അതും ഒരു വർക്കിംഗ് ക്ലാസ്സിലൊരു സെക്ടറാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ മൊത്തത്തിൽ ബാധിക്കുന്നത് ഇവരെയും തീർച്ചയായിട്ടും ബാധിക്കും. ഇപ്പോൾ AI എൻജിനീയേഴ്സ് ചെയ്യുന്നത് എന്തായിരിക്കാം? ഒരു കോഡിംഗ് ഒക്കെ ആയിരിക്കാം. ഈ കോഡെല്ലാം എടുത്തിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ഒരു പക്ഷേ പിന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്നൊരു മേഖല ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ക്രമേണ ഇല്ലാതെയായി. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ചെയ്യുന്ന ഹാൻഡ് റൈറ്റിംഗ് എടുത്തിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സംഗതികളെല്ലാം എടുത്ത് AI നിർമ്മിച്ചു, എന്നിട്ട് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സാങ്കേതികവിദ്യ വെച്ച് നിർമ്മിച്ചു. അതുകൊണ്ട് അവരെ ഡിസ്പ്ലേസ് ചെയ്തു. ആ രീതിയിൽ ഈ ഡേറ്റ ജനറേറ്റ് ചെയ്യുന്ന ഒരു സെക്ടർ എന്നുള്ള നിലയ്ക്ക് ഹൈ സർവൈലൻസ് ഉള്ള സെക്ടർ, അവരുടെ എല്ലാ ഡിജിറ്റൽ ട്രേസസും അവൈലബിൾ ആണ് എന്നുള്ള നിലയ്ക്ക് അവരും തീർച്ചയായിട്ടും വൾണറബിൾ ആണ്. പക്ഷെ അവരെന്തെങ്കിലും സവിശേഷമായ രീതിയിൽ വൾണറബിൾ ആണോ എന്നുള്ളത് എന്ന് വെച്ചാൽ എല്ലാത്തിനും സവിശേഷത ഉണ്ടല്ലോ. ആർത്ഥത്തിൽ അതിനുണ്ട്, എന്തെങ്കിലും കൂടിയ സാന്ദ്രത ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല.
പറ്റില്ല. അപ്പം പിന്നെ മറ്റൊരു കാര്യം AI ആൻഡ് അതർ ടെക്നോളജീസ് എന്നുള്ളത് എന്ന് വെച്ചാൽ ഇൻ്റർനാഷണലി എങ്ങനെയാണെന്നുള്ളത്. അപ്പം എനിക്കൊന്നും ഇതിലൊരു പക്ഷേ ഒരു കാര്യം പറയേണ്ടത്, ഈ എയുടെ ഒരു സവിശേഷമായ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഗതി ഉണ്ടല്ലോ, പ്രക്രിയയും ഔട്ട്പുട്ട്സും എന്നുള്ളത്. ഈ പ്രക്രിയ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സ്പെഷ്യൽ പർപ്പസ് സംഗതിയായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഒരു കസേര ഉണ്ടാക്കുന്ന പ്രക്രിയ, അത് കസേര ഉണ്ടാക്കാനേ സാധിക്കുള്ളൂ. അത് ഉപയോഗിച്ചുകൊണ്ട്, ആ പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അതേസമയം ഔട്ട്പുട്ട് മാത്രം ജനറേറ്റ് ചെയ്താൽ മതി എന്നുള്ള നിലയ്ക്ക് വരുമ്പോഴത്തേക്കും എന്ത് കാര്യത്തിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു നില വരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം ഉദാഹരണത്തിന് ഇന്നിപ്പോൾ ഒരു AI ബന്ധപ്പെട്ട ഒരു ഗവേഷണ പ്രബന്ധം എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് വിൽ ബി യൂസ്ഫുൾ ഫോർ വാട്ടർ ലെവൽ പ്രഡിക്ഷൻ ഇന്ന സംഗതി എന്നുള്ളത് മാത്രം പറഞ്ഞാൽ പോരാ, അത് പലതിനും യൂസബിൾ ആയിരിക്കണം എന്ന് പറയേണ്ടതുണ്ട് എന്നുള്ളൊരു സംഗതിയുണ്ട്. അത് പറഞ്ഞു വരുമ്പോൾ കുറച്ച് സാങ്കേതികമായി പോകും. പക്ഷേ എന്ന് വെച്ചാൽ വളരെ ഹൈ ലെവലിൽ പറയുകയാണെങ്കിൽ ഒരു ഫ്യൂ കൺവെൻഷണൽ ആർക്കിടെക്ചേഴ്സ് ഉപയോഗിച്ചിട്ട്, ഫ്യൂ കൺവെൻഷണൽ അൽഗോരിതംസ് ഉപയോഗിച്ചിട്ട് ബാക്കി എല്ലാം ഡേറ്റ ചെയ്താൽ മതി. ഈ അൽഗോരിതം ഉപയോഗിച്ചിട്ട് ഇന്നതിൽ അസ്ട്രോണമി ഡേറ്റ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാർസിൻ്റെ പ്രഡിക്ഷനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിൽ വാട്ടർ ലെവൽ ഡേറ്റ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ അനോമലീസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ടെക്നോളജി ജനറൽ പർപ്പസ് ആയിരിക്കും എന്നുള്ളൊരു പ്രതീതി, ആ ഒരു സംഗതി. നമ്മൾ പ്രക്രിയ എന്തായാലും കുഴപ്പമില്ലല്ലോ, ഔട്ട്പുട്ട് മതിയല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ആ ഒരു ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ AI ചാറ്റ് ബോട്ട് പറയുന്നത് എല്ലാം ചെയ്യും എന്നുള്ളതാണല്ലോ. എന്ന് വെച്ചാൽ നേരത്തെ AI സാങ്കേതികവിദ്യ പറഞ്ഞത് സ്മാർട്ട് വാച്ചിൽ നിങ്ങളുടെ വ്യായാമം, ഇത് ഹെൽത്ത് മോണിറ്റർ ചെയ്യും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, മറ്റൊരു ഫുഡ് സെക്ടറിൽ നല്ല റെസിപ്പീസ് സജസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഓരോ സെക്ടർ വൈസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒറ്റയടിക്കങ്ങ് മൊത്തം അനിഹിലേറ്റ് ചെയ്തിട്ട് അങ്ങ് പറയുകയാണ് എല്ലാം ചെയ്യും. എല്ലാം പക്ഷേ വളരെ സബ് ഓപ്റ്റിമലായിട്ട് ചെയ്യുള്ളൂ. അതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും ക്ഷമയൊക്കെ ചോദിക്കും, ഇതുപോലുള്ള സംഗതികളൊക്കെ ചെയ്യും. പക്ഷേ അത് സബ് ഓപ്റ്റിമലായിട്ട് ചെയ്യുള്ളൂ. പക്ഷേ എല്ലാം ചെയ്യും എന്നുള്ളൊരു സാധ്യത അത് മൂലധനമാണ് ഉപയോഗിച്ചത്. പക്ഷേ ആ സാധ്യത ലഭ്യമാക്കിയത് ഈ പ്രോസസ്സ് പ്രക്രിയ എന്തുമായിക്കൊള്ളട്ടെ എന്നുള്ളൊരു ഇതിൻ്റെ ആന്തരിക ഘടനയാണെന്ന് വേണമെങ്കിൽ വായിക്കാം. അതങ്ങനെ തന്നെ വായിക്കണമെന്നില്ല, പക്ഷേ അങ്ങനെയും വായിക്കാം എന്ന് പറയുന്നു. പിന്നെ മറ്റൊന്ന്, എനിക്ക് തോന്നുന്നു ഈ AI മുതലാളിത്തവും തമ്മിലുള്ളൊരു ബന്ധം, അത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ എലിനേഷനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ അനിഹിലേഷൻ എന്നുള്ളത് അനിഹിലേഷൻ ഓഫ് സ്പേസ് ബൈ ടൈം എന്നുള്ള ഒരു അവിടെ തെറ്റി പറഞ്ഞതല്ല, അത് മനസ്സിലായി. ഇതപ്പം തീർച്ചയായിട്ടും എലിനേഷൻ എന്ന് പറയുന്നത് മാർക്സിൻ്റെ വാചകം പറയുകയാണെങ്കിൽ ഓൾ ചാം ഇസ് ലോസ്റ്റ് ഫോർ ദ വർക്ക് മാൻ എന്നൊക്കെ പറയുന്ന ആ സംഗതി. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഗിഗ് തൊഴിൽ മേഖലയിലും മറ്റൊക്കെ അത് കൃത്യമായിട്ട് കാണാം. ഈ മൊബൈൽ ഫോണിലും മറ്റൊക്കെ, നിങ്ങളൊരു ഊബറിലും മറ്റൊക്കെ ആണെങ്കിൽ 17 രൂപ ഇന്ന റൈഡ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുന്നു, ഉടനെ ക്ലിക്ക് ചെയ്യണം. ഇത് കൃത്യമായ അൽഗോരിതത്തിൻ്റെ അകത്ത് ഇങ്ങനെ 1-2 ഓപ്ഷൻസ് ഉണ്ട്, അതിങ്ങനെ പ്രവർത്തിച്ച് പോവുക. അല്ലാതെ വർക്കിൻ്റെ അകത്ത് എന്തെങ്കിലും രീതിയിലുള്ളൊരു സന്തോഷം കണ്ടെത്താനോ ആനന്ദം കണ്ടെത്താനോ അതിൽ ഏജൻസി എക്സസൈസ് ചെയ്യാനോ ഉള്ള ഒരു സാധ്യതയും ഇല്ലാത്ത, അവശേഷിപ്പിക്കാത്തൊരു ലോകമായിട്ട് മാറിയിരിക്കുന്നു. പിന്നെ ഓഫ് കോഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് എഗ്രി ചെയ്യുന്നു. AI ഈസ് ഇൻ ദ സർവീസ് ഓഫ് ക്യാപിറ്റൽ, നോട്ട് ഇൻ ദ സർവീസ് ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ളൊരു വളരെ ആ രീതിയിൽ തന്നെ AI. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു വാചകം, ഒരു ഇൻഹ്യൂമൻ പവർ എന്നുള്ളൊരു പുസ്തകമുണ്ട്. ഇൻഹ്യൂമൻ പവർ, മനുഷ്യരഹിതമായ അധികാരം എന്ന് മലയാളത്തിൽ വായിക്കാം. എൻ്റെ ഏറ്റവും ആദ്യത്തെ വാചകം ക്യാപിറ്റലിസം ഈസ് ടുഡേ പൊസസ്ഡ് ബൈ ദ AI ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ റൈം ഒരുപക്ഷെ ഈ മാനിഫെസ്റ്റോയിലെ ആദ്യത്തെ വാചകമായിട്ട് റൈം ചെയ്യാനാണെന്ന് തോന്നുന്നു പറഞ്ഞതെന്ന് വെച്ചാൽ ബേസിക്കലി ക്യാപിറ്റലിസം ഇസ് ടുഡേ പ്രോസസ് ബൈ ദ AI ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസവും AI തമ്മിൽ അത്രത്തോളം ഇഴചേർന്ന് നമ്മുടെ മുന്നിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊന്നിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ നിർവാഹം ഇല്ലാത്തൊരവസ്ഥ, ആ ഒരു സവിശേഷം നിങ്ങളോട് പൂർണ്ണമായിട്ട് എഗ്രി ചെയ്തുകൊണ്ട് തന്നെ അത്രയും പറയുന്നു. ഇനി അരുൺ. സാജമാഷ് പറയണ്ടായി പെസിമിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചിലാണ് സമീപിക്കുന്നതെന്ന് പറയണ്ടായി. എൻ്റെ ടേക്ക് എന്ന് പറയുന്നത്, സാഹചര്യം വളരെ സങ്കീർണമാണ്. അവിടെ യെസ് ഓർ നോ ആൻസേഴ്സിന് വലിയ പ്രസക്തികളൊന്നുമില്ല. ഇത് മുഴുവൻ പ്രശ്നമാണെന്നോ, ഇത് ഭയങ്കര നല്ലതാണെന്നോ, ഇത് ഇന്ന മേഖലയിൽ വലിയ തിരുത്തുകളും അല്ലെങ്കിൽ അപകടം മാത്രമേ ഉണ്ടാക്കുമെന്നോ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ വിഷയത്തിൻ്റെ ഗരിമയെ ഉൾക്കൊള്ളാതെ നടത്തുന്ന ഒരു വർത്തമാനമായി പോകുമെന്നാണ് എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം. പലപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി റെഫർ ചെയ്യുന്ന ആൾക്കാരെല്ലാം ഈ ജനറേറ്റീവ് AI എന്ന ആശയത്തിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അകത്ത് ജനറേറ്റീവ് AI ഒരു ചെറിയ ടെക്നോളജി മാത്രമാണ്. പ്രഡിക്റ്റീവായിട്ടുള്ള മോഡലിങ്ങുകളുണ്ട്, റൂൾ ബേസ്ഡ് സിസ്റ്റംസ് ഉണ്ട്, ഫസി ലോജിക് ഉണ്ട്, സെമാൻറ്റിക് സിസ്റ്റംസ് ഉണ്ട്, ന്യൂറോ സെമാൻറ്റിക് സിസ്റ്റംസ് ഉണ്ട്. പല ടെക്നോളജികൾ അതുമായി അഫിലിയേറ്റഡ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചുറ്റും ഇവോൾവ് ചെയ്ത് വരുന്നതിൽ ഉറപ്പായിട്ടും ആ സമൂഹത്തിൻ്റെ ഘടനകൾ അതിനുള്ളിൽ പ്രവർത്തിക്കുന്നുമുണ്ട്, അത് നിഷേധിക്കുന്നില്ല.
അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്, പ്രത്യാഘാതങ്ങളുമുണ്ട്, സാധ്യതകളുമുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ തന്നെ കാര്യങ്ങളെ കാണുകയും അതിൻ്റെ ഡെപ്തിനെ പല കാഴ്ചകളിലൂടെ കാണുകയും വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ടേക്ക്. അതൊരു രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണണം, ഉറപ്പാണ്, സംശയമൊന്നുമില്ല. അതോടൊപ്പം പ്രായോഗികതയുടെ കാഴ്ചപ്പാടിൽ കാണണം, മനഃശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണണം, വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണണം, ജിയോ പൊളിറ്റിക്സിൻ്റെ കാഴ്ചപ്പാടിൽ കാണണം, എക്കോളജിയുടെ പെർസ്പെക്റ്റീവ് കാണണം. AI എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന എക്കോളജിക്കൽ ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല, വലിയ അപകടകരമായിട്ടുള്ള വിഭവ ചൂഷണം നടത്തുന്നൊരു മേഖലയാണ്. പക്ഷേ അതുകൊണ്ട് AI തള്ളി പറയാൻ പറ്റുമോ? ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, ഒരു വലിയ തിര വന്നു എന്ന് പറയുന്നതിനർത്ഥം അതൊരു സുനാമിയാണ് എന്ന് തന്നെയല്ല. വലിയ തിരകൾ എപ്പോഴും അപകടകരമാണെന്നല്ല, ചില തിരകൾ അപകടകരമാണ്, മറ്റു ചില പ്രശ്നങ്ങൾ നമ്മളെ സഹായിക്കാനുള്ളതും കൂടി ആയിരിക്കാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടാണുള്ളത്. എന്ന് മാത്രവുമല്ല, നമുക്കൊരു ഏജൻസി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത രീതിയിൽ വളർന്നു വരുമ്പോൾ അതിനെ എത്രത്തോളം പ്രൊഡക്റ്റീവായി നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതിനുള്ളിൽ ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ദർ ഇസ് നോ ചാൻസ് എന്ന് പറയുന്നതിനേക്കാളും വി ക്യാൻ ട്രൈ, നമുക്ക് ശ്രമിക്കാൻ പറ്റുന്ന കമ്മ്യൂണിറ്റി ടെക്നോളജിയുടെ ഒരു സ്പേസ് ഉണ്ട്, കോപ്പറേറ്റീവ് എഫേർട്ടുകളുടെ ഒരു സ്പേസ് ഉണ്ട്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് തന്നെ ശക്തമായി വിശ്വസിക്കുന്നുണ്ട്. അതാണ് പ്രാഥമികമായി പറയാനുള്ളത്. രണ്ടാമത്തെ ഷീല ചോദിച്ച ഒരു ചോദ്യം ഇതിൻ്റെ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രസക്തിയെപ്പറ്റി. ഉറപ്പായിട്ടും ഗ്ലോബൽ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് പഠിക്കപ്പെടുന്നത്. ആ ഗ്ലോബൽ ഡാറ്റ ഉണ്ടാക്കുന്ന അപകടങ്ങളുമുണ്ട്. കാരണം അതൊരു നേരത്തെ കൃത്യമായിട്ട് ദീപക് ചൂണ്ടിക്കാണിച്ചു. ഇതുണ്ടാക്കുന്ന ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ചില സ്റ്റീരിയോ ടൈപ്പുകളുണ്ട്. അരുൺ ഇവിടെയുണ്ട്, അരുൺ ശ്രീകുമാറിൻ്റെ മകൾ മേധ ഒരു സെഷൻ AI-യുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഈ കൾച്ചറൽ ഇമ്പാക്റ്റിനെ പറ്റിയിട്ടൊരു സെഷനാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിൽ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യം, ഒരു വാക്ക് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ വളരെ വ്യാപകമായി. ആ വാക്ക് വ്യാപകമാകാൻ കാരണം അത് ജനറേറ്റീവ് AI മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു വാക്കായതുകൊണ്ടും ആ ജനറേറ്റീവ് AI കൊണ്ടുവന്ന ആ കണ്ടൻറ്റ് സ്വയം ഒരു ചരിത്രമായി മാറിയതുകൊണ്ടും, അതായത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിരുന്നൊരു വാക്കേ അല്ലാത്തത് ജനറേറ്റീവ് AI കൊണ്ടുവന്ന് ഉപയോഗിച്ച് അതൊരു ചരിത്രമാവുകയും ആ ചരിത്രം പിന്നീട് സമൂഹത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഇടപെടലുകൾ ഈ ഡാറ്റയുടെ കാഴ്ചപ്പാടിൽ നടക്കുന്നുണ്ട്. ശരിക്കും ഡാറ്റ തന്നെ ഡാറ്റയെ പ്രൊഫസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെ രണ്ട് രീതിയിൽ, ഒന്ന് നമ്മുടെ ഡാറ്റയുടെ സുവേണിറ്റിയെ പറ്റി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഡാറ്റ നമ്മുടേതാക്കാൻ അല്ലെങ്കിൽ നമുക്കതിൽ തിരുത്തൽ വരുത്താനുള്ള ബോധപൂർവമായ ഇടപെടലുകൾ, അത് വലിയ ഒരു കടലിനെ ഒരു ചെറിയ ഉറുമ്പിൻ കൂട്ടം നേരിടുന്നത് പോലെ അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ നമ്മുടെ ജൻസികൾ ജന്തർ മന്ദറിൽ അത് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ സാധിക്കും, പക്ഷെ അത് വലിയൊരു ടാസ്ക്കാണ്. ആ ടാസ്കിനെ ഏറ്റെടുത്തേ പറ്റുള്ളൂ. രണ്ടാമത്തത്, ഇതിനെ പ്രായോഗികമായിട്ട് കൊണ്ടുവരാനായിട്ട് AI-യുടെ എല്ലാ കാഴ്ചകളെയും പറ്റിയുള്ള ജനകീയ അവബോധം ഉണ്ടാക്കിയെടുക്കണം. സാങ്കേതിക വിദ്യ എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായ പഠനം താഴെത്തട്ടിൽ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിൻ്റെ പൊളിറ്റിക്സിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കണം, അതിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കണം, അതിൻ്റെ ഗുണങ്ങൾ, യൂസ് കേസസിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കണം. AI എന്ന് പറയുന്നത് മുഴുവൻ സാങ്കേതിക വിദ്യയും എവിളാണ്, അതുകൊണ്ട് അതിന് യൂസേ ഇല്ല എന്ന് പറയുന്നത് എനിക്ക് അക്സെപ്റ്റബിൾ ആയൊരു വാദമേ അല്ല. ഡെഫിനറ്റ്ലി ദർ ആർ യൂസ് കേസസ്. ആ യൂസ് കേസസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം ഉപയോഗിക്കുക. അതോടൊപ്പം വി നീഡ് ടു ബി കെയർഫുൾ, വി നീഡ് ടു ബി ഹാവിങ് അവർ ഓൺ സ്റ്റാൻഡ്സ്. നമുക്ക് ഇന്ന സ്ഥലത്ത് ഇത് ഉപയോഗിക്കാം, ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കാൻ പാടില്ല, ഇന്ന നയമുണ്ടായി വരണം, ജനകീയ നയമുണ്ടാവണം, ഗവൺമെൻറ്റിൻ്റെ നയമുണ്ടാകണം. അങ്ങനെ പല തരത്തിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസത്തിലേക്ക് പോകേണ്ടി വരും. കുറേയൊക്കെ കാര്യങ്ങൾക്കകത്ത് നമുക്കൊരു പ്രഷർ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ ഗ്ലോബലി ഈ നയം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് വലിയ ശാസ്ത്ര സമൂഹങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന മേഖലകളുണ്ട്. അത്തരം മുന്നേറ്റങ്ങളിൽ നമ്മൾ കൊണ്ടുവരണം. അടിസ്ഥാനപരമായി AI എന്ന ഒരു സാധ്യത ഉണ്ടാക്കുന്ന ഡിസ്റപ്ഷനെ മനുഷ്യനായി നിന്നുകൊണ്ട് നേരിടണം എന്നുള്ളതാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു നിർത്താനുള്ളത്. അപ്പോൾ ഈ ചർച്ച തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം ഇതൊരു ആദ്യ ഒരു തുടക്കമാണ്. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം EMFT യിലൂടെ. അപ്പോൾ താങ്ക്സ് അരുൺ, താങ്ക്സ് ദീപക്.